പത്തനംതിട്ട ജില്ലയെ സമസ്ത മേഖലകളിലും അവഗണിക്കുന്ന ബജറ്റാണ് പുതിയ സർക്കാർ അവതരിപ്പിച്ചതെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ. ജില്ലയുടെ വികസനത്തിനായി നാമമാത്രമായ തുക അനുവദിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ കേരളത്തിൽ ഭരിക്കുകയും അവരുടെ ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പത്തനംതിട്ട ജില്ലയ്ക്ക് കാലാകാലങ്ങളിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ഇക്കുറി അവസാനം അധികാരത്തിലേറിയിരിക്കുന്ന വി.ഡി. സതീശൻ സർക്കാർ, അതായത് UDF സർക്കാർ എങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ട പരിഗണന ഈ പുതിയ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇതിനോടൊപ്പം പ്രതികരിക്കാൻ ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപനുണ്ട്. എങ്ങനെയാണ് ഈ പുതിയ ബഡ്ജറ്റിനെ കാണുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് UDFനെ അധികാരത്തിലേറ്റുവാൻ വോട്ട് ചെയ്തത്. പക്ഷേ ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ആദ്യം തകർക്കുന്ന തരത്തിലാണ് ഈ ജില്ലയ്ക്ക് ഒരു പ്രതിനിധി പോലും കേരളത്തിലെ ഈ മന്ത്രിസഭയിൽ ഉണ്ടായില്ല. അപ്പോൾ ജനമൊക്കെ ഞങ്ങളൊക്കെ ധരിച്ചത് ഈ ബഡ്ജറ്റ് വരുമ്പോൾ പത്തനംതിട്ട ജില്ലയെ കാര്യമായി സഹായിക്കും, ഈ നാട്ടിലെ വികസനത്തിന് വേണ്ടി പല പദ്ധതികളും പ്രഖ്യാപിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റിന് അപ്പുറത്തേക്ക് പോകാത്ത തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് അടൂരെടുത്ത് പറഞ്ഞാൽ തന്നെ കനാലുകളുടെ നവീകരണം, ഒരു ഉദാഹരണം പറഞ്ഞാൽ 1 കോടി രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ അറിവിലൊരു ഏകദേശം ഒരു 10-60 കിലോമീറ്റർ ചുറ്റളവിൽ ഈ കനാലുകൾ നിലവിലുണ്ട്. ഇത് നിർമ്മിച്ച കാലത്തിന് ശേഷം യാതൊരു അറ്റകുറ്റപ്പണിയും ചെയ്യാത്തത് കൊണ്ട് അതിൽ കൂടി വലിയ രൂക്ഷമായ കുടിവെള്ളക്ഷാമമൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം ഒഴുകിയാൽ ആ വെള്ളമെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ആ കനാലിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ 1 കോടി 10 കോടിയോ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. പക്ഷെ ന്യായമായ ഒരു തുക പോലും കൊടുക്കാതെ അതിനെ കാണുന്നു. അതുപോലെ നിലവിൽ പല പദ്ധതികളും കഴിഞ്ഞ 10-15 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്ന MLAക്ക് ചെയ്യാൻ കഴിയാത്തത് അദ്ദേഹം എല്ലാ ബഡ്ജറ്റിലും മിനി സിവിൽ സ്റ്റേഷൻ വരും, ബൈപ്പാസ് റോഡ് വരും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. പുതിയ MLA ആയി മത്സരിച്ച സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ കൊണ്ടുവരുമെന്ന് അടൂര് പറഞ്ഞു, പത്തനംതിട്ട ആറന്മുളയിൽ പറഞ്ഞു, റാന്നിയിൽ പറഞ്ഞു, തിരുവല്ലയിൽ പറഞ്ഞു. കോന്നി ഇപ്പോൾ പ്രതിപക്ഷമാണെന്ന് നമുക്ക് പറയാം. ബാക്കി 4 അസംബ്ലി മണ്ഡലങ്ങളിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പം ഇവിടെ ആറന്മുള മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആറന്മുള കണ്ണാടി നല്ല കാര്യമാണ്, നമ്മളതിനെയൊന്നും നിഷേധിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് കേരളത്തിൽ BJP-യുടെ. പക്ഷേ ഈ ജില്ലാ ആസ്ഥാനത്ത് എന്ത് പ്രധാനപ്പെട്ട ഏത് പദ്ധതിയാണ് ഇവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞതെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കോടതി സമുച്ചയം പണിയാൻ വർഷങ്ങളായി സ്ഥലമെടുത്ത് കിട്ടിയിരിക്കുകയാണ്. അതിനുള്ള യാതൊരു പദ്ധതിയും ഇതിൽ കാണുന്നില്ല. ഇപ്പോൾ മിനി സിവിൽ സ്റ്റേഷനെ ഏത് നിമിഷവും നിലം കുത്താൻ നിൽക്കുന്നതാണ്. ഇപ്പോൾ കോടതികളും ഓഫീസുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ മജിസ്ട്രേറ്റ് കോർട്ടും ഒക്കെ മാറാനുള്ള ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇതുപോലെ ഒരു മിനി സ്റ്റേഷൻ പണിയണമെന്നുള്ള ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട തുകയുടെ ഒരു 1000-1 പോലും മാറ്റിവെക്കാൻ ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞിട്ടില്ല. പിന്നെ ശബരിമലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളിൽ ഫണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിലും അവിടെ ശബരിമലയ്ക്ക് എത്തുന്നില്ല. ഇപ്പോൾ തിരുപ്പതി മോഡൽ അവിടെ വികസനം കൊണ്ടുവരുമെന്നാണ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന UDF ആയാലും LDF ആയാലും ശബരിമലയുടെ പേരിൽ പണം വാങ്ങിക്കുകയും അത് മറ്റ് കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ സ്ഥിതി കാണുന്നതിൻ്റെ ഇപ്പം DHS എന്ന് പറഞ്ഞു ഞങ്ങൾ ഡോക്ടർമാരെ വിടില്ല, ദേവസ്വം ബോർഡ് നേരിട്ട് ഡോക്ടർമാരെ വെച്ചുകൊണ്ട് അവിടെ കാര്യങ്ങൾ നടത്തണം എന്ന് പറയുമ്പോൾ ഇവരുടെ ഔദാര്യമല്ല ദേവസ്വം ബോർഡിന് ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് അവിടെ വിൽക്കുന്ന കറണ്ടിനായാലും ഡോക്ടർമാർക്കായാലും എല്ലാത്തിനും പേയ്മെന്റ് കൊടുത്തിട്ടാണ്, കുടിവെള്ളത്തിലെല്ലാം പേയ്മെന്റ് കൊടുത്തിട്ടാണ് ശബരിമല അയ്യപ്പന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. എന്നാൽ ഇവിടേക്ക് ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്ന മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന നിലപാടാണ് UDF LDF കേരളത്തിൽ ഇവിടെ പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ശക്തമായി ജനങ്ങൾ ചോദ്യം ചെയ്യും. നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നമുക്ക് തന്ന വിസ്മയം. ഈ PM ശ്രീയിലെ ഇപ്പോഴും സർക്കാർ കഴിഞ്ഞ സർക്കാരിനെ പോലെ തന്നെ ഒരു വ്യക്തത വരുത്താതെ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? അത് ഇപ്പൊ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ വി.ഡി. സതീശൻ ഗവൺമെന്റ് ഇപ്പൊ നടപ്പിലാക്കുന്നത്. അവരെന്തായാലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. കാരണം പണം വേണമല്ലോ. പദ്ധതി പ്രഖ്യാപിച്ചാൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ. പ്രതിപക്ഷ നേതാവായിരിക്കും എന്തും പ്രസംഗിക്കാം. അത് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആളുകൾ നോക്കുന്നത്. അതുകൊണ്ട് ഇത് നടപ്പിലാക്കിയേ മതിയാവൂ.
കാരണം നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സ്ഥിതി, പ്രത്യേകിച്ച് സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളുകളുടെ സ്ഥിതി വളരെ മോശകരമായി പോകും. ഈ കേരള ഗവൺമെന്റിന് അതിനുള്ള ഒരു റിസോഴ്സസ്, അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ വേണ്ടത്ര ജില്ലയെ പരിഗണിക്കാത്ത ഒരു ബഡ്ജറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ, കേരളത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഒന്നും ചെയ്യാത്ത ഒരു പഞ്ചായത്തിന് പോലും, പഞ്ചായത്തിന്റെ ഒരു ബഡ്ജറ്റിന്റെ സ്റ്റാറ്റസ് പോലും ഇല്ലാത്തൊരു ബഡ്ജറ്റാണ് ഈ ജില്ലയ്ക്ക് വേണ്ടി നടപ്പിലാക്കിയേക്കുന്നത്. വളരെ പ്രതിഷേധാർഹമാണ്, നിരാശാജനകമാണ്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.